സംസ്ഥാനത്തെ പച്ചക്കറി വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. 35 രൂപ ഉണ്ടായിരുന്ന തക്കാളി ഇപ്പോൾ 80ലേക്കും 100ലേക്കും ഒക്കെ എത്തിയിട്ടുണ്ട്. തക്കാളി മാത്രമല്ല, മറ്റ് പല പച്ചക്കറികൾക്കും വില പകുതിയിലധികം വർദ്ധിച്ചിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ പച്ചക്കറി വരുന്നത്. ഇപ്പോൾ ബീൻസ് ആയാലും തക്കാളി ആയാലും പാവയ്ക്ക ആയാലും ഇഞ്ചി ആയാലും അങ്ങനെ പല പച്ചക്കറികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. അയൽ സംസ്ഥാനമായ കർണാടക, തമിഴ്നാട് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് കൂടുതൽ പച്ചക്കറി കേരളത്തിലേക്ക് വരുന്നത്. അതുകൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ പച്ചക്കറിക്ക് വില വരും ദിവസങ്ങളിലും കൂടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 1 കിലോ തക്കാളിയുടെ വില തിരുവനന്തപുരം ഹോർട്ടികോർപ്പിൽ 80 രൂപയാണ്. ഇത് ഏതാണ്ട് ഒരാഴ്ച മുമ്പുള്ള സമയങ്ങളിൽ 30-35 രൂപയുണ്ടായിരുന്ന പച്ചക്കറിയാണ് ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയിലധികം തുകയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്യാരറ്റിനും ക്യാബേജിനും ഒക്കെ വലിയ വിലവർധനവ് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ചെറിയ തുകയ്ക്ക് ഏതാണ്ട് 30-20 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ അതിൻ്റെ ഇരട്ടിയിലധികം വിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 1 കിലോ പാവയ്ക്കായുടെ വില എന്ന് പറയുന്നത് 110 രൂപയാണ്. 1 കിലോ പാവയ്ക്കയ്ക്ക് 110 രൂപ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭീകരമായിട്ടുള്ള വിലയാണ്. കാരണം വരും ദിവസങ്ങളിലും ഇനിയും വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ഹോർട്ടികോർപ്പിൽ 1 കിലോ തക്കാളിക്ക് 80 രൂപ എന്ന് പറയുമ്പോൾ അത് മറ്റ് പലയിടങ്ങളിലും പൊതുവിപണിയിലേക്ക് പോകുമ്പോൾ അത് 100 കടന്ന് 110ലേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ സാധാരണഗതിയിൽ 1 കിലോ തക്കാളിക്കായും 1 കിലോ പാവയ്ക്കായും ഒക്കെ മേടിക്കാൻ വരുന്ന ആളുകൾ അതിൻ്റെ അളവ് വലിയ തോതിൽ കുറച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 കിലോ മേടിക്കാൻ വന്നിരുന്ന ആളുകൾ ഏതാണ്ട് അതിൻ്റെ പകുതി മാത്രം മേടിച്ച് ഹോർട്ടികോർപ്പിൽ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഈ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോർട്ടികോർപ്പാണ് തിരുവനന്തപുരത്തെ. ചേട്ടാ, എങ്ങനെ പച്ചക്കറി വിലയൊക്കെ എങ്ങനെയുണ്ട്? കൂടുതലാണോ? പച്ചക്കറി വില ശകലം കൂടുതലാണ്. 1 കിലോ തക്കാളിക്ക് 80 രൂപ കടന്നു. 80 രൂപ 35 രൂപ ഉണ്ടായിരുന്നു. അത് ശരി. പൊതുവെ തക്കാളിക്കായ്ക്ക് മാത്രമല്ല, പച്ചക്കറിക്ക് എല്ലാം വില ഇവിടെ മാത്രമല്ല, എല്ലായിടവും വില കൂടുതലാണ്. അത് വെള്ളപ്പൊക്കം പൊങ്ങുന്നത് പോലെയാണ് ഇതിൻ്റെ റേറ്റൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. സാധാരണ ഫാമിലിക്കൊക്കെ അത് അഫോർഡ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ നമ്മുടെ 1 കിലോ മത്തിക്ക് 400 രൂപ, ബീഫിന് 500 രൂപ. അല്ല, അത് ഇപ്പോഴുണ്ടായ ഒരു ക്ലൈംബിംഗ് നേച്ചറാണ്. അത് സ്ഥായിയായി നിലനിൽക്കത്തില്ല. ആ മാർക്കറ്റ് വളരെ പെട്ടെന്ന് ഡൗൺ ആവും. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാല്ലേ? അല്ല, പ്രതീക്ഷയല്ല, അത് ഡൗൺ ആയേ പറ്റൂ. അല്ലാതെ ഇത് സമൂഹത്തിൽ മുന്നോട്ട് ഒഴുകത്തില്ല. ചേട്ടാ, എങ്ങനെയുണ്ട് പച്ചക്കറി വിലയൊക്കെ? 1 കിലോ ഇപ്പോൾ തക്കാളി എടുത്തു, തക്കാളിയുടെ വിലയൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. 1 കിലോ ബീൻസിന് 110 രൂപയും. തക്കാളിയല്ലേ മോശം തക്കാളി. മോശമല്ലേ? പിന്നെ ഇത് കണ്ടില്ലോ, നല്ല തക്കാളി ഇല്ല. നമ്മളെങ്ങനെ ജീവിക്കുന്നുള്ളൊരു ചോദ്യമുണ്ട്. ജീവിക്കുന്നത് വലിയ പാട് തന്നെ. ബുദ്ധിമുട്ടെന്ന് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ആളുകളെല്ലാവരും പറയുന്നത്. അങ്ങനെ ഉണ്ടോ? ഇവിടെ തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് വിലയൊക്കെ? തക്കാളി വില കൂടുതലുമാണ്. മാത്രമല്ല അത് നല്ല സൈസും അല്ല, വളരെ ചെറിയ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പം മാർക്കറ്റിൽ പോയാലും എല്ലായിടത്തും ഇത് തക്കാളി നല്ലത് കിട്ടും. പക്ഷേ വില ഇവിടുത്തതുമായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെങ്ങനെ സാധാരണക്കാരെങ്ങനെ ജീവിക്കുന്നുള്ള ചോദ്യം. ജീവിക്കാൻ പറ്റൂല, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റൂല. ആ ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ സാധനത്തിൻ്റെ വില വെച്ച്. പിന്നെ നമ്മൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഇത്തിരി ഭേദം ഇവിടെയാണെന്നുള്ള രീതിയിൽ വരുന്നതാണ്. അതെ, അതാണ് ഹോർട്ടികോർപ്പിൽ പൊതുവിപണിയിൽ ഇതിൻ്റെ ഇരട്ടിയിലധികം വില കൊടുക്കേണ്ടി വരുമ്പോൾ ഹോർട്ടികോർപ്പിൽ കമ്പാരിറ്റീവ്ലി താരതമ്യേന വിലക്കുറവുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് ഹോർട്ടികോർപ്പിനെയാണ്. അപ്പോൾ ഹോർട്ടികോർപ്പിലേക്ക് വരുമ്പോഴും ഇവിടെ വലിയ വിലവർധനമാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഉണ്ടായത്. മത്സ്യത്തിനും മാംസത്തിനും ഒക്കെ വില കൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് പച്ചക്കറി വിലയും കുതിച്ചുയരുന്നത്.